ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു ഒരു ഹൈ റേഞ്ച് ഏരിയയിലോട്ടൊരു ട്രിപ്പ് പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഒക്ടോബർ 19 രാവിലെ 5 ഒക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് വാഗമണിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഓമല്ലൂരിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ പ്ലാൻ ചെയ്ത റൂട്ടെന്ന് പറയുന്നത് പത്തനംതിട്ട, എരുമേലി, മുണ്ടക്കയം റോഡാണ്. അത്യാവശ്യം പറ്റുന്ന പോലെ നേരത്തെ ഇറങ്ങി നല്ലൊരു വൈബായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ട്രിപ്പിന്. നമ്മുടെ ശ്രീബാല ഓൾറെഡി ഈ പുള്ളിക്കാരിക്ക് രാവിലത്തെ സമയമൊന്നും പറ്റാത്തത് കൊണ്ട് ഓൾറെഡി ഫ്ലാറ്റായി കയറിയപ്പോൾ തന്നെ. പിന്നെ ഞങ്ങളുടെ ഇളയ ആൾ വാസുട്ടൻ, അവനെ വീട്ടിൽ നിർത്തിയിട്ടാണ് വന്നത്. അപ്പോൾ അവനെ ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര, നമ്മുടെ ആദ്യത്തെ ഒരു മെയിൻ സ്ഥലമാണ് എരുമേലി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ധാരാളം അയ്യപ്പന്മാരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. കാരണം ശബരിമല നട തുറന്നിരിക്കുന്ന സമയമായിരുന്നു ആ ദിവസങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എരുമേലി ഭാഗത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്ത് പോകുന്ന വഴിക്കൊക്കെ പറഞ്ഞാൽ നല്ല കിടിലം വൈബായിരുന്നു. കാരണം ആ മഞ്ഞ് ത്രൂ ഔട്ട് കോടമഞ്ഞ് കണ്ട് ആസ്വദിച്ച് ആണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മൗണ്ടൻ വ്യൂ റെസ്റ്റോറൻറ്റ് പോകുന്ന വഴിക്ക് അത്യാവശ്യം പാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. നല്ല ചൂട് കട്ടൻ ചായയും ശ്രീബാലയ്ക്ക് ഇടിയപ്പവും വെജിറ്റബിൾ കറിയും ഒക്കെ കഴിച്ച് നല്ല എൻജോയ് ചെയ്ത് പോകുന്ന വഴിക്ക് വാട്ടർഫോൾസ് ഒക്കെ. ഇത് നമ്മുടെ സ്ഥിരം ഹോൾട്ട് ഒരു ഏരിയ ആണ്. അപ്പം അങ്ങനെ എത്താറായപ്പോഴത്തേക്ക് നമ്മൾ ഇടയ്ക്ക് നിർത്തി. നമ്മൾ ഗിംബൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഗിംബലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഇടയ്ക്കൊന്ന് നിർത്തി. അപ്പോൾ ആദ്യം നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പൈൻ ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ പൈൻ ഫോറസ്റ്റ് ഓപ്പണിംഗ് ടൈം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് പോയത്. പോകുന്ന വഴി കടകളൊക്കെ തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക്. പക്ഷേ ആ സമയത്ത് ചെന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെന്നപ്പോൾ തിരക്ക് ഭയങ്കരമായിട്ട് കുറവായിരുന്നു. നമ്മൾ ആ ഓപ്പണിംഗ് ടൈം ഗൂഗിളിൽ ചെക്ക് ചെയ്തിട്ടാണ് പോയത്. തിരക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം പോകുന്നതാണ് എപ്പോഴും ബെറ്റർ. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീബാലയ്ക്ക് പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ ഭയങ്കര ആഗ്രഹം. അവൾ സ്കൂളിൽ പഠിച്ച ഏതൊരു പാട്ട്, അങ്ങ് പാടവരമ്പത്തിലൂടെ, ആ പാട്ടിൻ്റെ ചുവടുകൾ വയ്ക്കാനുള്ള ശ്രമത്തിലാണ്. പിന്നെ നമ്മളവിടെ റെക്കോർഡൊക്കെ ചെയ്ത് അവൾ അത്യാവശ്യം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമുക്കും എല്ലാവർക്കും സന്തോഷം തോന്നി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫ് എടുക്കാനും നമുക്ക് ഫോട്ടോസ് എടുത്തു തരാനും ഒക്കെ ആൾക്കാർ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ വാസൂട്ടൻ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചാലോ എന്ന് കരുതി ഷോപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് നിർത്തി കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ചോക്ലേറ്റ് ഷോപ്പിൽ കയറിയിട്ട്, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ്. അപ്പം തിരിച്ച് ചെല്ലുമ്പം കൊളീഗ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ കൊടുക്കാനായിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങി. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ പോയത് അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് മെഡോസിലേക്കാണ്. നമ്മൾ മലയാളത്തിൽ മൊട്ടക്കുന്ന് എന്ന് പറയുന്ന പ്രദേശമാണ്. അപ്പോൾ അവിടെ എൻട്രി ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് നമ്മളവിടെ കയറി. അപ്പോഴത്തേക്കും അവിടെ ആ ഒരു ഏരിയയിൽ അത്യാവശ്യം തിരക്ക് തുടങ്ങിയിരുന്നു. ഒരു വീക്കെൻഡായിരുന്നു ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്നപ്പം ക്ലൈമറ്റ് ഇറ്റ് വാസ് പെർഫെക്റ്റ്. അവിടെ വെയിലില്ലാതെ ഒരു ക്ലൗഡി ഏരിയ ഇതായിരുന്നു. അപ്പോൾ അത് ക്ലൈമറ്റ് വൈസ് ഓക്കെ ആയിരുന്നു. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കേട്ടിരുന്നു അവിടെ കുറച്ച് ആക്ടിവിറ്റീസ്, അഡ്വഞ്ചേഴ്സ് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ സ്റ്റിൽ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് റോപ്പ് വേയിൽ ആൾക്കാർ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ മെഡോസ് ഏരിയ നമ്മൾ അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ സമയം ഒരു ഉച്ചയൊക്കെ ആയി. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഇനി അടുത്ത റിസോർട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ഉച്ചയായപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീബാലയ്ക്ക് വിശപ്പിൻ്റെ വിളികൾ ആരംഭിച്ചിരുന്നു. ടയേർഡായിട്ട് നടക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയി. അപ്പം ഞങ്ങൾ റിസോർട്ട് എന്ന് പറയുന്നത് വാഗമണിൽ തന്നെയുള്ള ഓറഞ്ച് വാലി ഹിൽസ് റിസോർട്ടാണ്. അപ്പോൾ അവിടെ ചെക്ക് ഇൻ ടൈം 2 മണിയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഓൺ ദി വേ തന്നെ നമ്മളോട് ലഞ്ച് ഓർഡർ അവരെടുത്തിരുന്നു, എൻക്വയറി ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെക്ക് ഇൻ ടൈമിലെത്തി.
ചെക്ക് ഇൻ ഓഫീസിലെല്ലാ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് എത്തി. റൂം അത്യാവശ്യം സൂപ്പർബ് റൂമായിരുന്നു, സ്പേഷ്യസ് ആയിട്ടുള്ള റൂം. അവിടെ നിന്നുള്ള വ്യൂവും നല്ലതായിരുന്നു. ശ്രീബാല ഓൾറെഡി റൂമെല്ലാം കണ്ടപ്പോഴത്തേക്കും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അവൾ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ അവൾ തന്നെ നമുക്ക് കാണിച്ചു തരികയാണ്. നല്ല കിടിലം വ്യൂ ആണ്. അറൗണ്ട് 3000 ഫീറ്റിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു റിസോർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യൂ എന്ന് പറയുന്നത് സൂപ്പർബായിരുന്നു. ശരിക്കും ഇത്രയും എലിവേറ്റഡ് ആയിട്ടുള്ളൊരു റിസോർട്ടിൽ ആദ്യമായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും അത്യാവശ്യം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇനി ലഞ്ച് കഴിക്കാനായിട്ട് നമ്മളവിടെ റിസോർട്ടിൻ്റെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓർഡർ ഓൾറെഡി കൊടുത്തിരുന്നത് കൊണ്ട് അവർ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച ഉടനെ എന്നാൽ പിന്നെ നമ്മുടെ മെയിൻ അട്രാക്ഷൻ, റിസോർട്ടിൻ്റെ അട്രാക്ഷനാണ് ഇവിടുത്തെ പൂൾ. നല്ല കിടിലം വ്യൂ അടുത്തുള്ള ഒരു പൂളാണ്. അപ്പോൾ ഉച്ചയ്ക്കൊരു 2:30 ഒക്കെ ആയി. 19 ഓഗസ്റ്റ് 2:30 ആണ് ഇപ്പോഴത്തെ ടൈം. അപ്പോൾ ഉച്ചയെന്ന് പറയുമ്പോൾ നമ്മളൊരു വലിയ തണുപ്പൊന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ കൊച്ചു കുട്ടികൾക്കൊരു ഒരു പോർഷനുണ്ട്. അപ്പോൾ അവിടേക്ക് ശ്രീബാലയെ ഒന്ന് ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് അവളെയാണ് ആദ്യം ഇറക്കിയത്. ഓക്കെ, അപ്പോൾ അവളിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ എന്താണ് അവൾ ഇറങ്ങാത്തത് എന്നൊരു സംശയം തോന്നി. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ റീസൺ നമുക്ക് പിടികിട്ടിയത്. ശ്രീബാലയെ അവിടെ നിന്ന് ഇറക്കിയതിന് ശേഷം ആഴമില്ലാത്ത പോർഷനാണ്. അപ്പോൾ എന്നാൽ പിന്നെ മെയിൻ ഭാഗത്തേക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ നമ്മുടെ മെയിൻ പൂളിലൊന്ന് ഇറങ്ങിയപ്പോഴാണ് അതിൻ്റെ രസം പിടികിട്ടിയത്. ഇറങ്ങാൻ പറ്റുന്നില്ല, അമ്മാതിരി തണുപ്പ് വെള്ളത്തിന്. ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഇവിടുത്തെ പൂൾ എന്ന് പറയുന്നത്. കാരണം അത് സ്ഥിതി ചെയ്യുന്നത് ഒരു ക്ലിഫ് പോലത്തെ ഒരു പോർഷൻ്റെ എഡ്ജിലാണ്. അപ്പോൾ ആ പൂളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പർബാണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആഡ്സ് കണ്ടപ്പോഴും എല്ലാം ആ ഒരു വ്യൂ ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീബാല നമ്മളെ മെയിൻ പൂളിലേക്ക് ഒന്ന് ട്രൈ ചെയ്തു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കക്ഷി ഒന്ന് ടയേർഡായി കഴിഞ്ഞപ്പോൾ പതുക്കെ കരക്കടുപ്പിച്ചു. അപ്പോൾ ഈ ഫോൺ പിടിച്ചുകൊണ്ട് എൻ്റെ ശ്രീമതി കരക്കിരിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹം അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് സ്ലോ മോഷൻ വീഡിയോസൊക്കെ എടുത്ത് സംഭവം കളറാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ഒരു ഉച്ച കഴിഞ്ഞ് ആണ് 2 o'clock അടുപ്പിച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ പൂൾ ഒന്ന് ട്രൈ ചെയ്തു. എക്സലൻറ്റ് പൂൾ. നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല കാണാൻ കഴിയുന്നുണ്ട്. നല്ല കിടിലം വ്യൂവിൻ്റെ സൈഡിൽ തന്നെയാണ്. അറൗണ്ട് 3000 ഫീറ്റിന് മുകളിലാണ് ഈ പൂൾ സ്ഥിതി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓവറോൾ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ പൂളിൽ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തതിന് ശേഷം ഇനിയിപ്പം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി റൂമിലേക്ക് പോവാണ്. അപ്പോൾ തന്നെ നല്ല രീതിയിൽ തണുപ്പ് ഉണ്ട്. കൂട്ടത്തിൽ നല്ല കോടമഞ്ഞായിരുന്നു ചുറ്റിനും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മുടെ റിസോർട്ടിൻ്റെ ചുറ്റുമുള്ള ഭാഗമെല്ലാം നല്ല കോടമഞ്ഞായിരുന്നു. അപ്പോൾ ഈ മെയിൻ ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾക്ക് റൂംസ് കിട്ടിയത്. ഇതേ സമയത്ത് റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് നേരത്തെ നമ്മൾ നടന്നു വന്ന പോർഷൻസൊക്കെ കംപ്ലീറ്റ്ലി കോട വന്ന് മൂടിയിരിക്കുകയാണ്. സമയം ഒരുപാടൊന്നും ആയിട്ടില്ല, ഒരു 4:30 4:45 ഒക്കെ ആയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗമെല്ലാം റിസോർട്ടിൻ്റെ പല ഭാഗങ്ങളും ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തു. അതിന് ശേഷം അപ്പോൾ വൈകിട്ട് ഒരു റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളെന്നാൽ ഒരു സന്ധ്യയൊക്കെ ആയപ്പോൾ ഞാനും ശ്രീകുട്ടിയും കൂടെ കുറച്ച് നേരം എല്ലാം നടക്കാൻ വേണ്ടി ഇറങ്ങി. ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ട് വൈകിട്ട്. ഇവിടുത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണിച്ചു തരാം. കംപ്ലീറ്റ് ഫോഗാണ്.
ഈ റിസോർട്ടിൽ ഫാമിലി ആയിട്ടും ഒരുപാട് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ടും വന്നാലും നമുക്ക് ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചെറുതായിട്ട് വിശന്ന് തുടങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഡിന്നർ കംപ്ലീറ്റ് ചെയ്തു. ബൊഫേ ആയിരുന്നു. അപ്പം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ എല്ലാം ഉണ്ടായിരുന്നു. വെറൈറ്റി ഫുഡ്സ് ആയിരുന്നു, നന്നായിരുന്നു. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് നടന്നിട്ട് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. സോ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് ഡേ. ഡേ 2 സ്റ്റാർട്ട് ചെയ്തത് ഒരു ചെറിയ ജോഗിങ്ങിലൂടെയാണ്. രാവിലെ തന്നെ ഒരു ജോഗിങ്ങിന് പോയതിന് ശേഷം കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ അതെന്തായാലും നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോഴത്തേക്കും രണ്ടുപേരും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അടുത്തത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമാണ്. അപ്പോൾ ഇവിടെ തന്നെ ഈ താഴത്തെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ നേരെ താഴെ തന്നെയായിരുന്നു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയി. ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു ഞങ്ങളുടെ സ്റ്റേയുടെ കൂടെ തന്നെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എഗെയിൻ ബൊഫേ ആയിരുന്നു. ഒരുപാട് വെറൈറ്റി ബോത്ത് വെസ്റ്റേൺ ഫുഡും നമ്മുടെ നാടൻ ഫുഡും എല്ലാം ഉണ്ടായിരുന്നു. ഈവൻ നമ്മുടെ കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ പോലും നല്ലതാണ്. ഇനി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ബാക്കിയുള്ള ഒരു സ്ഥലമാണ്. കുട്ടികളുടെ ഒരു പാർക്കുണ്ട്. ശിബാല, നമുക്ക് പാർക്കിൽ പോയാലോ? പാർക്കിൽ പോയാൽ ഹാപ്പി ആണോ? ഓക്കെ, ലെറ്റ്സ് ഗോ. Let's go to the park. കഴിഞ്ഞ ദിവസം അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടലിന് അല്ലേ? ഈ പാർക്ക് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ സൈക്കിൾ ഇരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ സൈക്കിൾ ഒന്ന് ചവിട്ടിയേക്കാം എന്ന് കരുതി ഒന്ന് സൈക്കിൾ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും. തിരിച്ച് റൂമിലേക്ക് പോകുന്ന വഴിക്കാണ് ഇവിടെ കുറേ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് വേറൊരു ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ ഓൾ സെറ്റ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് സെക്കൻഡ് ഡേ ഒരു 11 o'clock ഒക്കെ ആയി. ചെക്ക് ഔട്ടിനുള്ള ടൈമായി. സോ ഞങ്ങൾ ഇവിടുന്ന് ലീവ് ചെയ്യാണ് ഓറഞ്ച് വാലി. പോകണ്ടേ? Yeah, let's go. അങ്ങനെ തിരിച്ച് പോകുന്ന വഴിക്ക് ധാരാളം കാഴ്ചകളും ഒക്കെ കണ്ട് നിർത്തി പതുക്കെയാണ് ഞങ്ങൾ തിരിച്ച് വന്നത്. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും വിശപ്പ് തുടങ്ങി. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ഒന്നാന്തരം ബിരിയാണി ഒക്കെ കഴിച്ച് ഇറങ്ങി വരുന്ന കാഴ്ചയാണ്. അപ്പോൾ ശ്രീബാല കുറച്ച് ഡെസ്പാണ്, അവൾക്ക് ചോക്ലേറ്റ് വാങ്ങാത്തതുകൊണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് കുറച്ച് നേരം സ്റ്റിയറിങ് ശ്രീകുട്ടിയുടെ കൊടുത്തു.
അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ചെറിയ ആക്സിഡൻറ്റ് ഓൺ ദി വേ കാണുകയുണ്ടായി. അപ്പോൾ അത് കാരണം ഞങ്ങൾ കുറേ നേരം ബ്ലോക്ക് അകപ്പെട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ അവിടുന്ന് ബ്ലോക്ക് ക്ലിയറായി. അപ്പോൾ അറ്റ് ദ സെയിം ടൈം അപ്പുറത്ത് ലൈനിൽ ബ്ലോക്ക് മാറിയിരുന്നില്ല. അപ്പോൾ കുറേ ഡിസ്റ്റൻസിൽ കുറേ സമയത്തേക്ക് ഒരു സൈഡ് കംപ്ലീറ്റ്ലി റോഡ് ബ്ലോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ ഒരു 6-6:15 ആയപ്പോഴത്തേക്ക് പത്തനംതിട്ടയൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ ഓമല്ലൂർ ഭാഗത്തേക്ക് എത്തി. അപ്പോൾ നമ്മുടെ വാസുട്ടനെ കണ്ടിട്ട് 2 ദിവസമായി. അപ്പോൾ അവനെ കാണാനുള്ള ഒരു ആഗ്രഹവും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ 3 പേര് ഇരിക്കുന്നത്. പിന്നെ ശ്രീകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവൾ തന്നെ വണ്ടിയൊക്കെ നിർത്തി ഹാൻഡ് ബ്രേക്കൊക്കെ ഇട്ട് സ്വന്തമായിട്ട് പാർക്ക് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു അവളെ സംബന്ധിച്ച്. അപ്പോൾ ഇനി ഞങ്ങളുടെ വാസുട്ടനെ കാണാനുള്ള സമയമാണ്. അപ്പോൾ വണ്ടി നിർത്തിയപ്പോൾ തന്നെ അകത്തുനിന്ന് ചില ശബ്ദങ്ങളൊക്കെ കേട്ടു. അപ്പോൾ വണ്ടി വന്നാൽ അവന് തിരിച്ചറിയാം. ആശാന് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ നമ്മുടെ വാസുട്ടൻ ഇതാ കണ്ണൊക്കെ നിറഞ്ഞ് സന്തോഷം കൊണ്ട് ആനന്ദക്കണ്ണുനീരാണ്. അപ്പോൾ അവനെ കണ്ടതോടുകൂടി ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമായിരുന്നു. 2 ദിവസമായിട്ട് ആശാനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ചോദിച്ചാലും അവൻ എനിക്ക് ഉമ്മ തരും. അപ്പോൾ ഇതോടുകൂടി ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നു. ബൈ.